നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികൾ ആക്രമിക്കപ്പെട്ട വർഷമായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്ര ക്രൂരമായി ആ സമൂഹം വേട്ടയാടപ്പെട്ടിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കണക്കുകളും വസ്തുതകളും നിരത്തിവെച്ചാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ മതവിശ്വാസികൾ നേരിടേണ്ടി വന്നതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിലൊന്നും ഇത്തരം വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം അത്രമേൽ സംഘപരിവാരത്തിൻ്റെ പോലീസിലും നിയമവ്യവസ്ഥയിലുമൊക്കെ സ്വാധീനമുള്ള ഉത്തരേന്ത്യയിൽ ഇത്തരം കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇരിക്കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ കലാപങ്ങളാണ് ഉത്തരേന്ത്യയിൽ നടന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. എന്നിട്ടും പച്ചയായിട്ടാണ് കേരളത്തിലെ കാസാക്കാർ, ക്രിസംഗികൾ, സംഘപരിവാരങ്ങളെ, സംഘപരിവാര അനുകൂല ഗവൺമെൻറ്റുകളെ, സംഘപരിവാര അനുകൂല വ്യവസ്ഥിതികളെ, സംഘപരിവാരങ്ങൾ മറ്റു ചില ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഉണർത്തുപാട്ടുകൾ, അനുകൂല പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പാടി നിറയ്ക്കുകയും ചെയ്യുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വ്യത്യസ്തമായ ശബ്ദങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആ സമുദായത്തിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. തൃണമൂൽ എം പിയായ ഹെറിക് ഒബ്രിയാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രശസ്തനായ രാജ്യസഭാ എം പിമാരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസിനോടനുബന്ധിച്ച് രാജ്യത്തെ 20 ക്രിസ്തീയ എം പിമാർക്ക് ഡൽഹിയിലെ ചില ബിഷപ്പുമാർ ഒരു വിരുന്ന് നൽകിയത്രേ. ആ വിരുന്നിൽ പങ്കെടുത്ത ഭൂരിപക്ഷം എം പിമാരും ആ ബിഷപ്പുമാരോട് ആവശ്യപ്പെട്ടത് രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തണം, അതിൽ അനുയോജിതമായി ഇടപെടണം എന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പത്രങ്ങളിൽ വന്നതോടുകൂടി ബിഷപ്പുമാർ അങ്ങനെ ഒരു വിരുന്നു നടത്തിയ സംഗതിയെ നിഷേധിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, സംഘപരിവാര അനുകൂല മാധ്യമങ്ങളെ അല്ലെങ്കിൽ സംഘപരിവാര ഭരണകൂടങ്ങളെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ എത്രമാത്രം ഭയപ്പെടുന്നു എന്നത്. പക്ഷേ വ്യത്യസ്തമായ ചില ശബ്ദങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ആശ്വാസകരമാകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഡിസംബർ 25 പ്രധാനമന്ത്രിക്ക് കൊടുത്ത വിരുന്നുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിൽ നിന്നുള്ള 20-ൽ പരം എം പിമാരെ വിളിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡെറിക് ഒബ്രിയാനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു ക്രൈസ്തവ സംഘടന ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്തുമ്പോൾ ആ സമൂഹത്തിൽപ്പെട്ട 20 എം പിമാരെ പൂർണ്ണമായും ഒഴിവാക്കി എന്നത് അതൊരു ദുഃഖസത്യമായി നിലനിൽക്കുന്നു. അതാണ് ചില ക്രൈസ്തവ പത്രങ്ങളും അതുപോലുള്ള ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഹെഡ്രിക് പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ആ 20 എം പിമാരിൽ പേരിന് പോലും ഒരാളും BJP-യിൽ നിന്നില്ല എന്നത് ആ വിരുന്ന് നയിച്ച പാതിരിമാരെയും, കാരണം കൂടുതൽ സംഘപരിവാരത്തിലേക്ക് നയിക്കുവാൻ, സംഘപരിവാര അനുകൂല നിലപാടുകൾ എടുക്കാൻ തങ്ങളുടെ സമൂഹത്തെ നിർബന്ധിക്കുന്ന ആ പാതിരിമാരെയും ആ വിരുന്നിന് വന്ന സംഘപരിവാര പ്രൊഫൈലുകളെയും ദുഃഖിതരാക്കുമെന്നതുകൊണ്ടാണ് ആ 20 എം പിമാരെ വിളിക്കാതിരുന്നെന്ന് പറയുന്നു. ആ 20 എം പിമാരിൽ അധികവും കോൺഗ്രസ് പാർട്ടിക്കാരായിരുന്നു, തൃണമൂലുകളായിരുന്നു, മറ്റുള്ള പാർട്ടിക്കാരായിരുന്നു. 293 എം പിമാർ ലോക്സഭയിൽ ഉള്ളതിൽ NDAക്ക് BJP നേതൃത്വം കൊടുക്കുന്ന NDA അലയൻസിന് ലോക്സഭയിലുള്ളതിൽ പേരിന് പോലും ഒരു MP ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഇല്ല എന്നത് ആ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ്. നിങ്ങളൊരു ജോർജ് കുര്യൻ്റെ കാര്യം പറഞ്ഞേക്കാം. അദ്ദേഹം രാജ്യസഭയിൽ നിന്നുള്ള MP ആണ്, മധ്യപ്രദേശിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹത്തിന് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട്, കാരണം കേരളത്തിൽ ക്രിസ്തു സമൂഹം ഒരു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അപ്രധാനമായ ഒരു വകുപ്പ് കൊടുത്ത് ആ സമൂഹത്തെ കേരളത്തിൽ കൂടെ നിർത്തുവാൻ ശ്രമിക്കുകയാണ്. അതിനപ്പുറം ഉത്തരേന്ത്യയിൽ പച്ചയായ ക്രൈസ്തവ വിരുദ്ധ കലാപങ്ങളും ക്രൈസ്തവ വിരുദ്ധ കാര്യങ്ങളുമാണ് നടക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് പറയുന്നത് മറ്റാരുമല്ല, തൃണമൂൽ കോൺഗ്രസ് MP ആയ ഡെറിക് ഒബ്രിയാനാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ സഭാ നേതൃത്വത്തിന് മരവിപ്പ് ബാധിച്ചിരിക്കുന്നു. ആ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നേരിടുന്ന പച്ചയായ കലാപങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് സമൂഹത്തെ ബോധവത്കരിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തില്ലെങ്കിൽ ആ സഭാ നേതൃത്വത്തിന് മരവിപ്പ് ബാധിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം എന്നാണ് ഡെറിക് ഒബ്രിയാൻ്റെ അഭിപ്രായം. എന്തായാലും ഈ വീഡിയോയുമായി തൽക്കാലം ഇടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.